ഞാൻ ഡോക്ടർ ഫിറോസ് ഖാൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ സർജറിയിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് റോബോട്ടിക് സർജറിയെക്കുറിച്ച് പറയാനാണ്. നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും റോബോട്ടിക് സർജറി എന്നാൽ എന്താണ് എന്നുള്ളത്. ഒരു റോബോട്ട് സർജൻ്റെ റോൾ ഏറ്റെടുത്ത് അത് പരിപൂർണമായി നിർവഹിക്കുന്നതാണ് റോബോട്ടിക് സർജറി എന്നായിരിക്കും പലരും കരുതിയിരിക്കുക. എന്നാൽ അതല്ല. റോബോട്ടിക് ടെക്നോളജി ഉപയോഗിച്ച് സർജൻ നേരിട്ട് റോബോട്ടിക് ആം വഴി ആ സർജറി പൂർത്തീകരിക്കുന്നതിനാണ് റോബോട്ടിക് സർജറി എന്നുകൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. റോബോട്ടിക് സർജറിയിൽ സർജൻ കൺസോൾ ഇരുന്നു കൊണ്ട് വിരലുകൾ ഒരു ജോയ്സ്റ്റിക്ക് പോലത്തെ ഡിവൈസിൽ വെച്ച് ചലിപ്പിച്ച് പേഷ്യൻ്റെ സൈഡിലിരിക്കുന്ന റോബോട്ടിക് ആമുകളെ ചലിപ്പിച്ച് രോഗിയുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഓപ്പറേഷൻ പൂർത്തീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇതൊരു 3D വിഷൻ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ചോദിച്ചേക്കാം, ഒരു സ്കിൽഡായിട്ടുള്ള താക്കോൽദ്വാര വിദഗ്ധനെ കൊണ്ട് തന്നെ ഇതേ സർജറി ചെയ്തുകൂടെ, എന്തുകൊണ്ട് റോബോട്ട്? ഇതിന് ഉത്തരം വളരെ ലളിതമാണ്. റോബോട്ടിൻ്റെതായ പ്രിസിഷൻ തന്നെയാണ് ഏറ്റവും മുഖ്യം. ഒരു ഹ്യൂമൻ ഓപ്പറേഷനിൽ കൈയുടെ വിറയൽ, ചലനം, അങ്ങനെയുള്ള എറേഴ്സ് എല്ലാം ഉണ്ടാകും. എന്നാൽ റോബോട്ടിക് ആം വഴി ഈ സർജറി നിർവഹിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനം അതിൻ്റെ ആക്യുറസി തന്നെയാണ്. പിന്നെ നമ്മുടെ കൈകൾ എത്താത്ത വളരെ റിമോട്ടായിട്ടുള്ള ശരീരഭാഗങ്ങളിലും റോബോട്ടിക് ആം നമുക്ക് എത്തിച്ച് അതിനെ ചലിപ്പിക്കാൻ സാധിക്കും. റോബോട്ടിക് ആമിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ അതിന് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഉണ്ട്. നമ്മുടെ കൈകളുടെ മൂവ്മെൻറ്റ് പോലെ തന്നെ അത് വളരെ മൈക്രോസ്കോപ്പിക് ലെവലിൽ 6 ഡിഗ്രീസ് ഓഫ് മൂവ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കണിശത ആവശ്യമുള്ള സർജറികൾ റോബോട്ടിക് സർജറി കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ശരീരഭാഗത്തിൽ എത്തിച്ചേരാൻ പാടുള്ള റിസസ്സുകളിൽ ഡീപ്പായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് റോബോട്ടിക് ആം നമ്മൾ എത്തിച്ച് ഇതേ സർജറി ഓപ്പൺ സർജറിയേക്കാളും സാധാരണയുള്ള കീഹോൾ സർജറികളും ബെറ്ററായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. ഇനി ജനറൽ സർജറിയിൽ എന്തെല്ലാം സർജറികളാണ് റോബോട്ടിക് വഴി ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. എല്ലാ തരത്തിലുള്ള ഹെർണിയകളും, പിത്താശയം നീക്കം ചെയ്യുക, അപ്പൻഡിക്സ് നീക്കം ചെയ്യുക, കുടലിൻ്റെ ഭാഗങ്ങൾ നീക്കം ചെയ്യുന്ന ക്യാൻസർ സർജറീസ്, ഇതെല്ലാം റോബോട്ടിക് സർജറി വഴി കൃത്യതയാർന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് റോബോട്ടിക് സർജറി നമ്മൾ കീഹോൾ സർജറിക്കാളും ബെറ്റർ എന്ന് പറയാൻ കാരണം? ഒന്ന്, അതിൻ്റെ കൃത്യത. 2, കോംപ്ലക്സ് ആയിട്ടുള്ള സർജറി നമുക്ക് മുഴുമിക്കാൻ റോബോട്ടിക് ആം കൊണ്ട് സാധിക്കും. മൂന്നാമത്തെ ഘടകമെന്ന് പറയുന്നത് സർജൻ ഫറ്റീഗാണ്. റോബോട്ടിക് സർജറിയിൽ അങ്ങനെ ഒരു ഫറ്റീഗ് എന്നൊരു ഫാക്ടർ ഇല്ല. കാരണം സർജൻ കൺസോൾ ഇരിക്കുകയാണ് ചെയ്യുന്നത്. റോബോട്ടിക് ആംസ് ആണ് ആ സർജറി പൂർത്തീകരിക്കുന്നത്. സാധാരണ കീഹോൾ സർജറി ആണെങ്കിൽ സർജൻ രോഗിയുടെ സൈഡിൽ നിന്നുകൊണ്ട് ഈ കീഹോൾ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഓപ്പറേഷൻ ചെയ്യുകയാണ് പതിവ്. സർജറിയുടെ ദൈർഘ്യമേറുന്നതനുസരിച്ച് സർജൻസ് ഫറ്റീഗ് ഒരു പ്രധാന പ്രശ്നമായി വന്നേക്കാം. ഈ ഒരു ആസ്പെക്റ്റ് കംപ്ലീറ്റ്ലി റോബോട്ടിക് സർജറി എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് മറ്റൊരു റോബോട്ടിക് സർജറിയുടെ നേട്ടം. പിന്നെ റോബോട്ടിക് സർജറി ചെലവേറിയതാണോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടായേക്കാം. തീർച്ചയായും റോബോട്ടിക് സർജറി സാധാരണയുള്ള കീഹോൾ സർജറിക്കാളും ഒരു 20-30% വരെ ചെലവേറിയതാണ്. കാരണം അതിലുപയോഗിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഉപകരണങ്ങൾ തന്നെയാണ്. എന്നാൽ കാലക്രമേണ റോബോട്ടിക് സർജറി സർവ്വസാധാരണമാകുമ്പോൾ ഈ ചെലവ് കുറഞ്ഞു വരാനാണ് സാധ്യത. ഇപ്പോൾ കീഹോൾ സർജറിയുടെ ചെലവുകൾ വളരെ കുറഞ്ഞു വന്നതുപോലെ തന്നെ. ഇനി റോബോട്ടിക് സർജറി കൊണ്ട് രോഗിക്ക് എന്താണ് നേട്ടം? ഇതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ഒന്ന്, ഏറ്റവും കൃത്യതയുള്ള ഓപ്പറേഷൻ തന്നെ. 2, കോംപ്ലക്സ് ആയിട്ടുള്ള സർജറിയും കീഹോൾ വഴി റോബോട്ടിക് സർജറി വെച്ച് മുഴുമിക്കാൻ സാധിക്കുമെന്നുള്ളത്. മൂന്നാമത്, റോബോട്ടിക് സർജറിയിൽ കീഹോൾ വഴി ചെയ്യുമ്പോൾ ആ മുറിവിലുള്ള വേദന, സ്കാറ്, ഇതെല്ലാം വളരെ വളരെ മിനിമം ആയിരിക്കും. ഇനി കിംസിൽ റോബോട്ടിക് സർജറി ഉണ്ടോ? തീർച്ചയായും കിംസ് റോബോട്ടിക് സർജറിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. റോബോട്ടിക് സർജറി പരിശീലനം സിദ്ധിച്ച വിദഗ്ധരായ ഡോക്ടർമാരാണ് നമുക്കുള്ളത്. യൂറോളജിയിലും ജനറൽ സർജറിയിലും ഗൈനക്കോളജിയിലും ക്യാൻസർ സർജറിയിലുമൊക്കെ റോബോട്ടിക് സർജറിക്ക് പ്രാപ്തരായ ടീമുകൾ സജ്ജരാണ്. റോബോട്ടിക് സർജറി വേണമോ സാധാരണയുള്ള സർജറി വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് രോഗിയും ഡോക്ടറും ചേർന്നാണ്. ആ ഒരു തീരുമാനം ക്ലിനിക്കിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ റോബോട്ടിക് സർജറിക്ക് നമുക്ക് വിധേയമാകാവുന്നതാണ്. ഇനി റോബോട്ടിക് സർജറിക്ക് വിധേയമായ ഒരാൾക്ക് നേരത്തെ ആശുപത്രി വിടാൻ പറ്റുമോ, നേരത്തെ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. തീർച്ചയായും ഒരു താക്കോൽദ്വാര ശസ്ത്രക്രിയ ചെയ്യുന്ന അതേ ബുദ്ധിമുട്ടുകൾ മാത്രമേ റോബോട്ടിക് സർജറി വിധേയരായ ഒരാൾക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ രോഗിക്ക് അവരുടെ ജോലിയിൽ പ്രവേശിക്കാനും നോർമലായുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടായിരിക്കും.
മുറിവ് ചെറുതായതുകൊണ്ട് തന്നെ അടയാളങ്ങളും വളരെ കുറവായിരിക്കും.